ചേട്ടാ, മോളിപ്പം വിട്ടുപോയി, നമ്മളിന്നൊക്കെ പോയിരിക്കുകയാണ്. ദേവാലയത്തിൽ ദിവ്യബലി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ദിവ്യബലിയോടൊക്കെ എങ്ങനെയായിരുന്നു മോളുടെ ഒരു പള്ളിയോടും പ്രാർത്ഥനയോടൊക്കെ എങ്ങനെയായിരുന്നു മോളുടെ ഒരു ഭക്തിയും മറ്റു കാര്യങ്ങളൊക്കെ? അവൾ ചെറുപ്പം മുതലേ കുർബാനയ്ക്ക് കൂടുക എന്നുള്ളത് അവളുടെ ഒരു ഭയങ്കരമായൊരു അവളുടെ ഒരു ആവശ്യം പോലായിരുന്നു. അവൾ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ പിന്നെ അയൽവക്കക്കാർ പറയുന്നത് അവൾ അന്തോണീസിൻ്റെ പെങ്ങളാണെന്നായിരുന്നു പറയുന്നത്. എന്ന് വെച്ചാൽ സ്കൂളിൽ പോയിച്ച് ഓടി വരുമ്പോഴത്തേക്കും ബാഗ് എടുത്ത് പിന്നെ മുറ്റത്ത് അല്ല സിറ്റൗട്ടിലേക്ക് ഇട്ടേച്ച് അവൾ അന്നേരം ഓടിപ്പോവുക. അപ്പോൾ അയൽവക്കത്തുള്ളവർ പറയുമ്പോൾ അന്തോണീസിൻ്റെ പെങ്ങൾ പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ അത്രയും തീക്ഷ്ണമായിട്ടായിരുന്നു അവൾ പ്രാർത്ഥനയിലും കുർബാനയിലും അതായത് പള്ളിയുടെ കാര്യങ്ങളിലും എല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവൾ +2 പഠിക്കാനായിട്ട് സ്കൂൾ മാന്നാനത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് പോലുള്ള ഇവിടെ വന്ന് നമ്മുടെ ഇരട്ടയാർ പള്ളിയിൽ ഇടവകയിൽ വന്ന് ആൾ ക്രിസ്മസ് കരോളിന് മാതാവായിട്ടും അതുപോലെ അന്നെ ഒന്ന് വരാമോ എന്ന് തന്നെ വിളിച്ച് ചോദിക്കുകയുള്ളൂ. അന്നേരം അന്നെ തന്നെ അവിടുന്ന് പറയും, അപ്പാ അവിടുന്ന് വിളിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് വിളിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിലേക്ക് പോകാനായിട്ട് പപ്പ അനുവാദം തരുമെന്ന് ഞാൻ പറയുന്നത് ഞാൻ പൊക്കോളാൻ പറയും. അങ്ങനെ അത്രയും തീക്ഷ്ണമായിട്ടായിരുന്നു അവളുടെ ജീവിതത്തിൽ കുർബാനയും ആത്മീയ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഇതേ ഒരു ആത്മീയ പാതയിലൂടെ പോയതുകൊണ്ടാണോ ഏറ്റവും മൂത്തയാളും ഇപ്പോൾ സിസ്റ്ററാണല്ലേ? അതെ അതെ. അവൾ FCC വിജയവാഡ പ്രൊവിൻസിൽ കഴിഞ്ഞ വർഷം 2022 നവംബർ 3-ാം തീയതി ഉടുപ്പിട്ടു. ഇപ്പോൾ പാലാ ബ്രില്യൻസിൽ കോച്ചിങ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻട്രൻസ് കോച്ചിങ്ങിന്. ഇതിനു മുമ്പ് കൊച്ചിന് മറ്റെന്തെങ്കിലും അസുഖം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, യാതൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വന്നതെന്ന് പറയാൻ 3 പ്രാവശ്യം കൊറോണ വന്നു, 1 പ്രാവശ്യം സിവിയറായിട്ട് വന്നു, 2 പ്രാവശ്യം ഹോസ്റ്റലിൽ വെച്ചും വന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു അസുഖത്തിന് നമുക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ലാതെ ഒരു സ്റ്റേജിലൊക്കെയാണ് അരമണിക്കൂർ നേരം നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നല്ല ആക്റ്റീവായിരുന്നു അവൾ, ഓടിക്കളിച്ച് നടന്നുകൊണ്ടിരുന്നവൾ. പെട്ടെന്ന് ഇവിടുന്ന് പള്ളിയിലേക്ക് ഓടിച്ചെന്ന് കയറി മുട്ടുകുത്തി അന്നേരം പെട്ടെന്ന് താഴെ പോയി. ഞാനോർത്ത് അതിൻ്റെ തലേദിവസം എൻ്റെ മദർ മരിച്ച് ആയിരുന്നു, 2 ദിവസത്തെ ക്ഷീണം കാരണമായിരിക്കും തലകർക്കുണ്ടായെന്ന് ആദ്യം വിചാരിച്ചേ. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായേക്കുന്നത്. ആ സമയത്ത് നമുക്കൊരു 3/4 മണിക്കൂർ സമയം കടന്നു പോയി അന്നേരത്തേക്കും. അപ്പോൾ നമുക്ക് CPR കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതെ പോയതിനാൽ ഹാർട്ട് സ്റ്റേബിൾ ആയപ്പോഴത്തേക്കും ബ്രെയിൻ ഡാമേജ് ഉണ്ടായി, ബ്രെയിനിലേക്ക് ഓക്സിജൻ ഇല്ലാതെ വന്നു. അതാണ് കൊച്ചിനെ ബാധിച്ചൊരു അസുഖം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് പിന്നെ വെൻറ്റിലേറ്ററിലും ICUവിലും കിടന്നുണ്ടായ ഇൻഫെക്ഷൻ കാരണമാണ് കൂടുതലും ഈ ഒരു കണ്ടീഷനിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. ഒത്തിരിയേറെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം നേരിട്ട് ഇടപെട്ടിരുന്നു അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങി അവളുടെ ഒരു കാര്യത്തിന് ഒരു മുടക്കവും ഇല്ലായിരുന്നു. കട്ടപ്പനയിലേക്ക് പോകാനാണെങ്കിലും പെട്ടെന്ന് തന്നെ വികാരി അച്ഛൻ വണ്ടിയെടുത്ത് അവളെ കട്ടപ്പന ഹോസ്പിറ്റലിലാക്കി. അവിടെ നിന്ന് സ്റ്റേബിളാകാൻ വേണ്ടി നോക്കി. ഡോക്ടേഴ്സ് അവിടെ ചെന്നപ്പോഴത്തേക്കും കാർഡിയോളജിസ്റ്റ് ഡോക്ടേഴ്സ് 2 പേരുണ്ടായിരുന്നു, ഡോക്ടർ വരുൺ, വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു. 2 പേരുടെ കുറേ സമയം എടുത്താണ് CPR കൊടുത്ത് അവൾക്ക് ബ്രീത്തിങ് ഉണ്ടാക്കി. അതോടനുബന്ധിച്ച് അന്നേരം തന്നെ കട്ടപ്പന സഹകരണ ബാങ്കിൻ്റെ ആംബുലൻസും ജോയി സാർ പ്രത്യേക നേതൃത്വം കൊടുത്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ അന്നേരത്തേക്കും റോഷി അഗസ്റ്റിൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞു. അദ്ദേഹം നമുക്ക് വേണ്ടി കൊച്ചിന് പോകാൻ വേണ്ടി വഴിയൊരുക്കി. ആ വഴിയൊരുക്കുന്നതിൽ തന്നെ ഒരു വ്യത്യാസമില്ലാതെ ഈ ചെറിയവനെന്നോ വലിയവനെന്നോ ആരെന്നോ ഇല്ലാതെ റോഡ് നല്ലപോലെ ക്ലിയർ ചെയ്ത് എല്ലാ ആൾക്കാരും പൂർണ്ണമായിട്ട് സഹകരിച്ച് കൊച്ചിനെ എത്രയും പെട്ടെന്ന് അമൃതയിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. അത് ജനങ്ങളുടെ ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ട് കൊച്ചിന് ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോകം മുഴുവനും പ്രാർത്ഥന, എവിടെയെല്ലാം വിളിച്ചു, ആരെല്ലാം വിളിക്കും, അന്നാമരിയുടെ പപ്പയാണോ അന്നയുടെ ആണോ ഇതാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇത് വണ്ടിയിൽ പോയാലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലെല്ലാം ചെന്നിട്ട് അത് തന്നെയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഇത് തന്നെ അന്നാമരിയുടെ പപ്പയാണോ അന്നാമരിയുടെ മമ്മിയാണോ, അന്നേരം തന്നെ അവർ വിവരങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ 2 ദിവസമായിട്ട് സ്റ്റേജിൽ നമ്മുടെ കൈവിട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡോക്ടേഴ്സ് എല്ലാം. ഒരു ഡോക്ടർ എന്നല്ല, ഒരു സംഘം ഡോക്ടേഴ്സാണ്. അവർക്ക് അമൃതയിലാണെങ്കിലും കാരിത്താസിലാണെങ്കിലും വലിയൊരു സംഘം ഡോക്ടേഴ്സിൻ്റെ സേവനമാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ തമ്പുരാൻ തീരുമാനിച്ചേക്കുന്ന ഒരു സമയമല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവർക്കും, അതേ ഉള്ളൂ. ഇന്നലെ രാത്രി 11:49 ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം മറ്റ് സംസ്കാര ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ്? സംസ്കാരം കഴിഞ്ഞാൽ ഇന്ന് 3 മണിയാകുമ്പോഴത്തേക്ക് ഭവനത്തിൽ കൊണ്ടുവരും. നാളെ 2 മണിക്ക് ഭവനത്തിൽ ആരംഭിച്ച് 3 മണിയാകുമ്പോഴത്തേക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ
മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കൊച്ചിൻ്റെ ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നമ്മുടെ മന്ത്രി റോഷി അഗസ്റ്റിനോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം MLA ഉമാ തോമസ്, അതുപോലെ നമ്മുടെ MP ഡീൻ കുര്യാക്കോസ്, അതുപോലെ തന്നെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ ഇവിടെ മിനിസ്റ്റർ P രാജീവ് ഞങ്ങളെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അതുപോലെ തന്നെ റവന്യൂ മന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു. എല്ലാവരും ഗവൺമെൻറ് സപ്പോർട്ട് അതുപോലെ നല്ലപോലെ ഉണ്ടായിരുന്നു. ജനപ്രതിനിധികളുടെ അതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ എല്ലാവരും കൊച്ചിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ എല്ലാവിധ അനുശോചനം കുടുംബത്തിൽ അറിയിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അന്നാമരിയുടെ നിത്യശാന്തിക്കായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അവൾ ചെറുപ്പത്തിലായിരുന്നു, അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ 50 ദിവസം നോയമ്പെടുത്ത് കാലിൽ ചെരുപ്പില്ലാതെ ടാർ റോഡിൽ കൂടെ ഉമ്മയിൽ ഇവിടെ ഒരു വലിയ കുരിശുമലയാണ്, ആ മലയെല്ലാം കയറിയപ്പോൾ നമ്മുടെ ഏറ്റാറിലെ അച്ഛൻ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുന്നത്? അന്നേരം പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ കാര്യം സാധിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞില്ല. പിന്നെ അച്ഛൻ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്നതിൻ്റെ തലേ ദിവസം വീട്ടിൽ വന്നു. അന്നാമരിയുടെ വീടാണോ എന്ന് ചോദിച്ച് അവിടെ വന്ന് ചോദിച്ചു, എടി നീ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു എന്ന് ചോദിച്ചു. ശരി അച്ഛാ സാധിച്ചു, അതെന്നാന്ന് പറയാമെന്ന് ചോദിച്ചു. അന്നാണ് അവൾ ആ കാര്യം പറയുന്നത്. അവളുടെ മൂത്ത ചേച്ചിക്ക് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിച്ചതെന്നും വേറെ ആരോടും അതുവരെയും പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും. അതുപോലെ ഓരോ തീരുമാനം എടുക്കുന്ന അവളങ്ങ് നടപ്പിലാക്കുമായിരുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ സ്പീഡായിട്ട് വന്നു, വളരെ സ്പീഡായിട്ട് ചെയ്തു, വളരെ സ്പീഡായിട്ട് പോയി. വരാൻ തന്നേക്കുന്ന സമയം അവൾ ഇത്രയും നല്ല രീതിയിൽ വിനിയോഗിച്ച് അവൾ കടന്നുപോയി.